ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്ന അതിഗംഭീരമായൊരു മറ്റൊരു അപ്ഡേറ്റാണ് നമ്മുടെ സ്വന്തം മമ്മൂക്കയെക്കുറിച്ച്. നമ്മുടെ TD രാമകൃഷ്ണൻ സാർ പറഞ്ഞ ഒരു ചെറിയൊരു വാക്കാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാം തന്നെ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: മമ്മൂട്ടിയുടെ പ്രായം ഒരു വിഷയമല്ല. ഫ്രാൻസിസ് ഇറ്റിക്കോരയായി മമ്മൂക്കയല്ലാതെ മറ്റൊരാളെ സങ്കല്പിക്കാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റണമെങ്കിൽ ഇദ്ദേഹത്തിനുള്ളൊരു എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ട് എന്തുകൊണ്ടോ? കാരണം ബ്രഹ്മയുഗം എന്ന ആ ഒരു മഹാവിജയം, ബ്രഹ്മയുഗം എന്ന സിനിമയുടെ ഈ ലോകത്തിലെ എല്ലാ അതിർവരമ്പുകളും കടന്ന് ഓസ്കാർ വേദിയിൽ വരെ എത്തിയൊരു സിനിമയാണ്. അതിൻ്റെ സംഭാഷണമൊക്കെ എഴുതിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം TD രാമകൃഷ്ണൻ സാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതിൽ ഓരോന്നും വലിയ ഡയലോഗുകളൊന്നുമില്ല, വളരെ ചെറിയ ചെറിയ ഡയലോഗ്, പക്ഷെ അത് വളരെ ഈ കാച്ചിക്കുറിക്ക് എന്നൊക്കെ പറയില്ലേ, അമ്മാതിരി ഡയലോഗുകൾ ഇത്രയും ഭംഗിയായിട്ട് ഡെലിവറി ചെയ്യാനും അത് ഈ സമകാലികത്തിലേക്ക് കൊണ്ടുവന്ന് ഉപയോഗിക്കാനും കൂടി പറ്റി. കാരണം അത്രയും ഒരു കാലഘട്ടം, ഈ ബ്രഹ്മയുഗത്തിൻ്റെ കാലഘട്ടം കാണിക്കുന്നത് വളരെ പഴയതാണ്. ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന വാക്കുകൾ ഈ സമകാലികമായിട്ട് കണക്ട് ചെയ്തിട്ട് വളരെ രസകരമായിട്ട് നമുക്കത് മനസ്സിലാവുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നും പുറത്ത് നമ്മുടെ സ്വന്തം TD രാമകൃഷ്ണൻ സാറിൻ്റെ വലിയൊരു കയ്യൊപ്പാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നോവലാണ് ഈ ഇറ്റിക്കോര എന്ന് പറഞ്ഞത്, ഫ്രാൻസിസ് ഇറ്റിക്കോര എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നോവൽ 2009 പബ്ലിഷ് ചെയ്ത് വളരെ രസകരമായ നോവലാണ്. പക്ഷേ 2009 ഇറങ്ങി അത് ഗംഭീരമായ നോവലാണ് ഇറ്റിക്കോര. കാരണം അതിൽ ഇദ്ദേഹം ഇവിടെ ജനിച്ചു, കേരളത്തിൽ ജനിച്ചു, ഒരു കുഞ്ഞു ഗ്രാമത്തിൽ ജനിച്ചു. അങ്ങനെ അദ്ദേഹം എങ്ങനെയാണ് അതിൽ വരുമ്പോൾ കടന്നു ചെന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഫ്രാൻസിലൊക്കെ ചെന്നിട്ടുള്ള അതുവരെ എത്തുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ചെറിയൊരു ഇരുവൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ഉറക്കം കെടുന്നുള്ളൊരു നോവലായിട്ടും കൂടിയാണ് ഇതിൽ പലപ്പോഴും പറഞ്ഞു വരുന്നത്. പക്ഷേ നോവൽ എന്തായാലും ആ ഒരു അത്രയും എന്താ പറയുക കഠിനപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ചെറിയ ചെറിയ മാറ്റങ്ങളും ചെറിയ ചെറിയ രീതിയിലും അതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് അത് അവതരിപ്പിക്കാൻ കഴിയണമെങ്കിൽ അത്രമാത്രം ഒരു വ്യക്തിയിലേക്ക് ഈ കഥ ചെല്ലണം. എന്നാൽ മാത്രമേ ആ കഥയുടെ കഥാപാത്രമായിട്ട് അത്ര ബ്ലെൻഡ് ആകാൻ പറ്റുള്ളൂ. കാരണം ആ കഥ ചിലപ്പോൾ വേറെ ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചാലും ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിത്വം കൂടി ആ ഒരു കഥാപാത്രം തെറ്റി വരും. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ മമ്മൂട്ടിയല്ലാതെ വേറൊരു ചോയ്സ് ഇല്ല. അത് തന്നെയാണ് TD രാമകൃഷ്ണൻ സാർ പറഞ്ഞിരിക്കുന്നത്. കാരണം മമ്മൂട്ടിയല്ലാതെ വേറെ ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിനിമയുടെ അല്ലെങ്കിൽ ആ കഥാപാത്രം ആരോടെ ചെയ്യുന്ന അവരായി മാറും. അല്ലാതെ ഇദ്ദേഹം മനസ്സിൽ കണ്ടിട്ടുള്ള ആ ഒരു കോര, ഈ ഫ്രാൻസിസ് കോര, അദ്ദേഹത്തിൻ്റെ സാമ്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ശാരീരിക വ്യത്യാസങ്ങളും, ഭാഷ, നടപ്പ്, ചിരി, വർത്തമാനം, അങ്ങനെ എല്ലാം ഉണ്ടല്ലോ. അതൊക്കെ തന്നെ അദ്ദേഹം എന്താണോ മനസ്സിൽ കണ്ടത് അതുപോലെ തന്നെ വരണമെങ്കിൽ അത് നമ്മുടെ സ്വന്തം മമ്മൂട്ടി അല്ലാതെ വേറെ വരാൻ പറ്റില്ല. കാരണം മമ്മൂട്ടി ആകുമ്പോൾ ആ കഥാപാത്രം കൊടുത്തിട്ട് ഒരു 2 ദിവസം കൊടുത്ത് അല്ലെങ്കിൽ ഒരാഴ്ച കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പഠിച്ച് മനസ്സിലാക്കി ആ ഒരു TD രാമകൃഷ്ണൻ സാർ കണ്ടിട്ടുള്ളതുണ്ടല്ലോ, അദ്ദേഹത്തിന് എന്താണോ മനസ്സിൽ കണ്ടത് ചിലപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു സാധനത്തിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. അതാണ് ഈ മമ്മൂട്ടി എന്ന വ്യക്തിയിൽ വലിയൊരു കഴിവെന്ന് പറയുന്നത്. കാരണം അദ്ദേഹം ഒരിക്കലും ഇവർ പറയുന്ന രീതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ട് ഡെലിവറി ചെയ്യാൻ മാത്രം നോക്കത്തുള്ളൂ. ചിലപ്പോൾ TD രാമകൃഷ്ണൻ സാർ പറയുന്നത് നടക്കുമ്പോൾ കൊണ്ട് വളർന്നുണ്ടാകും, ചിരിക്കുമ്പോൾ ചെയ്യും, പല്ല് വെളിയിൽ വരും, അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹം അതിനെ ഒരു എക്സ്പെരിമെൻറ്റ് നടത്താനും അത് എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വളരെ ബെസ്റ്റ് ഡെലിവറി ചെയ്യാനും മമ്മൂട്ടി എന്ന വ്യക്തി, ഇല്ലെങ്കിൽ മമ്മൂട്ടി എന്ന ആ ഒരു മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹം ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസം തന്നെയായിരിക്കാം ചിലപ്പോൾ TD രാമകൃഷ്ണൻ സാറിൻ്റെ എങ്ങനെ ഒരു കമൻറ്റ് പറയാനായിട്ട് പ്രേരിപ്പിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു കഥ, അദ്ദേഹത്തിൻ്റെ നോവൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തിരിഞ്ഞും മറിഞ്ഞും ഇല്ലെങ്കിൽ എല്ലാ ഭാഗങ്ങളിലൂടെയും കടന്നു ചെന്ന് ആ നോവൽ എഴുതി പൂർത്തിയാക്കിയ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ആ ഒരു ക്യാരക്ടറിന് എന്താണ് ലൈഫ് കൊടുക്കേണ്ടത്, ആ ക്യാരക്ടറിന് എവിടേക്കാണ് ന്യൂനതകൾ, എവിടേക്കാണ് പ്ലസ് പോയിൻ്റ് ഉള്ളത്, എവിടേക്കാണ് നല്ല ഗുണങ്ങൾ, ചീത്ത ഗുണം, അങ്ങനെ എല്ലാം അദ്ദേഹത്തിന് അറിയാം. TD രാമകൃഷ്ണൻ സാർ അറിയാം. അപ്പോൾ അതൊക്കെ തന്നെ ഒരു വ്യക്തി അത് വായിച്ച് മനസ്സിലാക്കി ആ വ്യക്തി ഡെലിവറി ചെയ്യണമെങ്കിൽ ആ വ്യക്തിക്ക് അതിനുള്ള കേപ്പബിൾ ഉണ്ടായിരിക്കണം. ആ കേപ്പബിൾ ഉള്ളത് കൊണ്ടായിരിക്കാം ആ ഒരു കേപ്പബിൾ ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. കാരണം ബ്രഹ്മയുഗം എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് മമ്മൂട്ടിയും ഇല്ലെങ്കിൽ മറ്റു 4 കഥാപാത്രങ്ങളും പറഞ്ഞത്. അദ്ദേഹം എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് പറയുന്നത് കറക്റ്റ് ആപ്റ്റായിട്ട് വലിയ വാക്കുകൾ കേട്ട് എന്താ പറയുക നീട്ടി വലിച്ച് 1 or 2 or 3 ലൈൻസോ ഇല്ലെങ്കിൽ ഒരു 2-3 പേജുകളുള്ള എസ്സേ ഒന്നും എല്ലാവരും പറയുന്നത്. വളരെ ചെറിയ വേർഡ്സുകൾ, ആ ചെറിയ വേർഡ്സുകളിൽ കുറേ അർത്ഥങ്ങൾ. അതാണ് ഈ TD രാമകൃഷ്ണൻ സാറിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കി. കാരണം അദ്ദേഹത്തിൻ്റെ നോവലും അങ്ങനെ തന്നെയാണ്. എനിക്ക് 2-3 എനിക്ക് ചെറിയ പാട്ടുകളൊക്കെ വായിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്യിക്കുന്ന രീതിയിലുള്ള പല കഥാപാത്രങ്ങളും അദ്ദേഹം ഈ ജന്മം നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ അറിവിൽ TD രാമകൃഷ്ണൻ സാറിൻ്റെ ഈ ഒരു കഥാപാത്രം, ഈ ഒരു ഫ്രാൻസിസ് കോര അല്ലെങ്കിൽ ഈ ഒരു കഥാപാത്രം ചെയ്യുകയാണെങ്കിൽ, മമ്മൂട്ടി ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇന്ത്യൻ സിനിമ കണ്ടിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ചിലപ്പോൾ മമ്മൂട്ടി എന്ന വ്യക്തിക്ക് തരാൻ പറ്റും. അത് ഈ സിനിമയുടെ ഒരു പ്രത്യേകത മാത്രമല്ല, അത്
അഭിനയിക്കുന്ന വ്യക്തിയുടെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ മമ്മൂട്ടി എന്ന വ്യക്തി ഇതിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ ഈ ഫ്രാൻസിസ് കോര എന്ന ഒരു സിനിമയുണ്ടല്ലോ, ആ ഒരു നോവല് ശരിക്കും റിയൽ ലൈഫിൽ എങ്ങനെയാണെന്ന് ചിലപ്പോൾ രാമകൃഷ്ണ സാറ് പോലും കണ്ട് ചിലപ്പോൾ ഞെട്ടിപ്പോകാനുള്ളൊരു അവസരം ഉണ്ടാകും. കാരണം അതിനുള്ള വലിയ പ്രൂഫാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ കാച്ചിക്കുറുക്കിയ വാക്കുകൾ അത് ഡെലിവറി ചെയ്തപ്പോൾ വന്ന ബ്രഹ്മയുഗത്തിനുണ്ടായ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അപ്പോൾ അന്ന് രാമകൃഷ്ണ സാറിന് ഒരിക്കലും തെറ്റിയില്ലെന്ന് ഞാൻ പറയുള്ളൂ. കാരണം വേറൊരു ആളുകൾ ചെയ്താലും ഈ ഒരു ക്യാരക്ടറിലേക്ക് എത്താൻ പറ്റില്ല. കാരണം അങ്ങനെ എത്തുകയാണെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ആ ഒരു പേഴ്സണലായിട്ടുള്ള വ്യക്തിത്വമായി ആ ക്യാരക്ടറിൽ കണക്റ്റ് ആവും, എവിടെയെങ്കിലും കണക്റ്റ് ആവും. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ മമ്മൂട്ടി അല്ലാതെ വേറെ ഒറ്റ ഓപ്ഷൻ ഈ സിനിമയ്ക്ക് ഇല്ല. അല്ലെങ്കിൽ ഈ നോവല് ഇപ്പോൾ സിനിമ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആ ഭാഗമായിട്ട് ഒരു ആൾക്കും ഈ ഒരു മമ്മൂട്ടി അല്ലാതെ വേറെ ആൾ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ സിനിമ ചിലപ്പോൾ ഓടാതിരിക്കുകയും ചെയ്യായിരിക്കും. പക്ഷേ അതിൽ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് വരാതിരിക്കണമെങ്കിൽ മമ്മൂട്ടി തന്നെ വേണം. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ മറ്റേ ഗോട്ട് ലൈഫിലൊക്കെ എനിക്ക് മറ്റേ പൃഥ്വിരാജിൻ്റെ പല സിനിമകളിലപ്പോൾ എനിക്ക് മനസ്സിലായി പല ഭാഗങ്ങളിലും പൃഥ്വിരാജ് എന്ന വ്യക്തി അവിടെ വരുന്നുണ്ട്. അത് വലിയ പോരായ്മയാണ്. കാരണം ആ ഒരു ക്യാരക്ടറല്ല അവിടെ വരുന്നത്. ചില സമയങ്ങളൊക്കെ ഇപ്പോൾ ഇത് പറഞ്ഞ് ചെയ്ത് പറയുന്ന കരുത്. കാരണം ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ചില ഭാഗങ്ങളിൽ പൃഥ്വിരാജ് എന്ന വ്യക്തി ആ സിനിമയിൽ വരും, അല്ലാതെ ആ ക്യാരക്ടറല്ല വരുന്നത്. അതാണ് ഈ ബാക്കി ഏത് ആർട്ടിസ്റ്റിന് പോയാലും അവർ കുറച്ച് സമയം വരെ പിടിച്ച് നിൽക്കും. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം ഉണ്ടല്ലോ പുറത്ത് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ശരിക്കും ഈ ക്യാരക്ടറായിട്ട് നമ്മളൊരിക്കലും കണക്ഷൻ നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആ ക്യാരക്ടർ അതുപോലെ കൊണ്ടുപോകണമെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ അംബേദ്കർ ആ ക്യാരക്ടർ അതുപോലെ കൊണ്ടുപോവുകയും അതുപോലെ ആ ഏറ്റവും ഉന്നതി കൊണ്ട് എത്തിക്കാനും കഴിഞ്ഞത് ഒറ്റാൾ കാരണമാണ്. അത് മമ്മൂട്ടി എന്ന വ്യക്തിയുടെ ആ ഒരു ഡെഡിക്കേഷനും അതിനുവേണ്ടി നടക്കുന്ന സമർപ്പണവും അതൊക്കെ തന്നെയാണ്. അല്ലാതെ വെറുതെ ചെന്ന് മമ്മൂട്ടിന് വന്നിട്ട് മറ്റേ ആ പട്ടേൽ സാർ വന്നിട്ട് പിടിച്ചുകൊണ്ട് പോയതല്ലല്ലോ. അദ്ദേഹത്തിന് അറിയാം ഇങ്ങനെ വ്യക്തി ഉണ്ട് ഈ നാട്ടിൽ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയും ആക്ടേഴ്സ് ഉണ്ടായിട്ട് ഈ കൊച്ചി ഇൻഡസ്ട്രിയിൽ മമ്മൂട്ടി ഒന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ മമ്മൂട്ടിക്കുള്ള കേപ്പബിൾ എന്താണെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം വന്ന് അംബേദ്കർ എന്ന ക്യാരക്ടറിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുപോയത്. അതുകൊണ്ട് ആ പടം എന്തായി ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ ഇറങ്ങിയാൽ ഹിറ്റടിച്ച് അടിപൊളി സിനിമയായി അല്ലേ, കുറേ അവാർഡെല്ലാം വാങ്ങിക്കൂട്ടി. അപ്പോൾ അത് തന്നെയാണ് മമ്മൂട്ടി എന്ന വ്യക്തിയിലേക്ക് ഉണ്ടാകുന്ന ഒരു ആകർഷണം പറയുന്നത്. കാരണം നമ്മൾ എന്താണോ പറയുന്നത് ആ ക്യാരക്ടറിനെ അതിനേക്കാളും ഒരു പടി മുകളിൽ നിർത്തിയൊരു സാധനം നമുക്ക് കൈ കിട്ടും. അത് പക്ഷേ ഒരിക്കലും മമ്മൂട്ടി എന്ന വ്യക്തി ആ സിനിമയിൽ ഉണ്ടാവുകയില്ല. ആ ക്യാരക്ടർ എന്താണോ നമ്മൾ ഡയറക്ടർ പറയുന്നത് ആ ക്യാരക്ടർ അവിടെ അതുപോലെ എത്തും. അതാണ് മമ്മൂട്ടി എന്ന വ്യക്തിയുടെ ഒരു വലിയൊരു കഴിവെന്ന് പറയുന്നു. എന്തായാലും ടി ഡി സാറിന് ഈ ഒരു എന്താ പറയുക ഈ ഒരു ചിന്ത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുള്ളത് കൊണ്ട് തന്നെയാണ്. എന്തായാലും ഈ സിനിമയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഓക്കെ ഗൈസ്, ബൈ സി യു. അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ ബൈ സി യു.